ഹലോ, ഇന്ന് നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് കുറച്ച് വലിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി അത് നടുവിൽ കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇനി അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ച് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതും നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്തതൊക്കെ നിവർത്തി വെക്കാം. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് വലിയ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഫ്ലവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ടാകുമ്പം നമുക്ക് ഏത് സൈഡാണോ ഫ്ലവർ വേണ്ടേ, കളറ് പുറത്ത് കാണണ്ടേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു പോർഷൻ അവിടെ തന്നെ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ ആ ഫോൾഡ് ചെയ്ത പോർഷന് ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഒരു 3/4 പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ ബിഗിനിങ് ടു എൻഡ് വരെ ഇതേ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമുക്കിതാ ലാസ്റ്റ് ഇതേപോലെ 2 ഷീറ്റും ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ 3/4 വരെ കട്ട് ചെയ്ത് അതിന് ശേഷം ചെറിയൊരു പോർഷൻ ലീവ് ചെയ്തിട്ടില്ലേ, ആ ഒരു ലീവ് ചെയ്ത പോർഷനിൽ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ വെച്ചിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതും ബിഗിനിങ് ടു എൻഡ് വരെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ച ആ ഡബിൾ സൈഡഡ് സ്റ്റിക്കറിൻ്റെ ഒരു എൻഡിൽ നഖം വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ആ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്തതിന് പകരം നമുക്ക് വേണ്ടിക്കൽ ഗമ്മും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഒട്ടിച്ച ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് പ്രസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ പ്രസ് ചെയ്താൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയാൽ അടുത്തത് ഇപ്പം നമ്മൾ ഒട്ടിച്ചതിൻ്റെ മുകളിലേക്കൂടെ തന്നെ വീണ്ടും ഒരു ലെയറും കൂടിയിട്ട് ഡബിൾ സൈഡഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുമ്പം അത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ഇനിയുള്ളതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ മെയിൻ സ്റ്റെപ്പ്. ആദ്യം നമുക്ക് നമ്മളെടുത്ത കമ്പീൻ്റെ ആ ഒരു എൻഡിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഷീറ്റിൻ്റെ ഒരു എൻഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്തത് ഇൻസുലേറ്റഡ് വയറിൻ്റെ അകത്തുള്ള കമ്പിയാണ്. അത് ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 വയർ യൂസ് ചെയ്തിട്ട് അത് പിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടിയിട്ട് നല്ല കട്ടിയുള്ള സ്റ്റെമ്മായിട്ട് കിട്ടും. നമ്മളിവിടെ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഇനി വേറെ ഗം യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ലീഫും കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.